ഹായ് എവറിബഡി, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഐറ്റിനറി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6-7 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങളുടെ വിൻഡോയിൽ നിന്ന് വ്യൂ ആണത്. അപ്പം രാവിലെ നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങി എഴുന്നേറ്റു. ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഏകദേശം ഒരു 18 to 20 ഡിഗ്രി അത്രയും മാക്സിമം അവിടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല തണുത്ത രീതിയിൽ തന്നെ ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്, സൺ ഗസ്റ്റ് ഹൗസ് എന്നാണ് പേര്. ഇവിടെ ഒരു വൈൻ സെല്ലാറൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും വൈൻ സെല്ലാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുറത്തെ ആ ഒരു തണുപ്പും അതുപോലെ ഇളം ചൂടും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. ഇത് ഏകദേശം ഒരു മൗണ്ടെയിൻ പോലെയാണ്. മൗണ്ടെയിനിൽ മുകളിലേക്കൊക്കെ ആയിട്ടാണ് വീടുകളൊക്കെ അങ്ങനെ മുകളിലേക്ക് തന്നെയായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ടോട്ടൽ വ്യൂ. ഒരു വൈൻ സെല്ലാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് ആ ഒരു സുഖം, ആ ഒരു പുറത്തെ കാലാവസ്ഥ, ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഇതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ആ സിറ്റിയിലേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പം പോകുന്ന വഴി ഇഷ്ടംമാതിരി മുന്തിരിയുടെ വള്ളികൾ, അതുപോലെ തന്നെ വീടുകളുടെ സൈഡിൽ കൂടെ മൾബറി, ചെറി, അങ്ങനത്തെ പല പല ഫ്രൂട്ട്സും, അതേപോലെ ജെറാനിയത്തിൻ്റെ ചെടികൾ, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ അവിടെയുള്ള മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിവള്ളികളാണ്. വീടുകളിലും അതുപോലെ തന്നെ മരങ്ങളിലൊക്കെ പിടിച്ച് കയറിയേക്കുന്ന മുന്തിരിവള്ളികൾ കാഴ്ച കിടക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വന്നതാണ്, പഴുക്കാറൊന്നും ആയിട്ടില്ലെങ്കിലും. അപ്പോൾ ഇപ്പോൾ അവിടെ സമ്മറാണ്, അപ്പം അതൊക്കെ കാഴ്ച കിടക്കുന്നതൊക്കെ കണ്ടു. ഞങ്ങളിതൊക്കെ കണ്ട് അങ്ങനെ റിയോണി റിവറിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി. ഇത് റിയോണി റിവർ കോക്കസസ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഒരു മൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലാക്ക് സീയിൽ ചെന്ന് ചേരുന്ന ഒരു റിവറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ പാത്ത് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് കുട്ടേസി, ജോർജിയ എന്ന ഈ പ്ലേസിലൂടെ മൂവ് ചെയ്തിട്ടാണ് അത് ബ്ലാക്ക് സീയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് എൻ്റെ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ടൗൺ എന്നുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് മെയിനായിട്ട് പച്ചക്കറി വിൽക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരുടെയും വീടുകളിൽ സൈഡിൽ നടാൻ പറ്റുന്ന സാധനങ്ങൾ വിൽക്കുന്നതും ബ്രെഡ്. അവിടെ മെയിനായിട്ട് നമുക്ക് ഒരു കുട്ടേസിയുടെ ഒരു ഫേമസ് സാധനമാണ് ബ്രെഡും അതേപോലെ തന്നെ വൈനും. ഇത് രണ്ടുമാണ് ജോർജിയയിലെ ഫേമസ് ആയിട്ടുള്ള സാധനം. അപ്പം ഈ റിവറിൻ്റെ സൈഡിൽ ആൾക്കാർ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്നിരുന്ന 3 ദിവസവും ഈ മനുഷ്യൻ അവിടെ മീൻ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അതിൽ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് രാവിലെ ഞങ്ങളൊരു 8:30 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. 8:30 8 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ 8 മണി ആയപ്പോഴത്തേക്കും ഒരു കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 9 മണിക്ക് ശേഷമാണ്. അപ്പോൾ അവിടെ ബ്രെഡ് മാത്രം വിൽക്കുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്രെഡൊക്കെ മേടിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് മേടിച്ച് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ച് മുകളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തെന്ന് നമുക്ക് ബഗ്രാദി കത്തീഡ്രൽ എന്ന് പറഞ്ഞ കത്തീഡ്രലിൽ പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് അങ്ങനെ റൂമിൽ ചെന്ന് ഒന്ന് റെഡിയായി. നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് നേരെ മേൾഭാഗത്തേക്കാണ് കത്തീഡ്രൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. താഴെ ഭാഗത്തേക്ക് കുട്ടേസി സിറ്റിയും അതേപോലെ മുകളിലേക്ക് കത്തീഡ്രലും. ഞങ്ങൾ കത്തീഡ്രലിലേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് നടക്കാനുള്ള ഒരു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഈ എല്ലാം ഭംഗിയൊക്കെ ആസ്വദിച്ച്, അതുപോലെ വീടുകളുടെ സൈഡുകളിൽ എങ്ങനെയാണ് അവരുടെ കൾച്ചർ, അവരുടെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഹെറിറ്റേജ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ട്രിപ്പായിരുന്നു ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അത് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. ഞങ്ങൾ മുകളിലേക്ക് നടക്കുന്നതോറും ചായയുടെ രുചി കൂടുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുമ്പോൾ ചായയുടെ രുചി കൂടുമെന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടൗൺ കാണാനായിട്ട്. ഞങ്ങൾ മുകളിൽ ചെല്ലുമ്പോഴും നല്ല വ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി കുറേ സ്ഥലങ്ങളിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത്, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ നടപ്പത്ര പരിചയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് നിന്നും ഇരുന്നൊക്കെ കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇതാണ് ബഗ്രാദി കത്തീഡ്രൽ. ബഗ്രാദി എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് ബഗ്രാദി. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ പേര് ഒബ്വിയസ്ലി ബഗ്രാദി കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 11th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഒരു കത്തീഡ്രലാണ് ഈ ബഗ്രാദി കത്തീഡ്രൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം 11th സെഞ്ച്വറിയിൽ ജോർജിയൻ ആർക്കിടെക്ചറിൽ പണിത ഒരു കത്തീഡ്രലാണ്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിന് അതിൻ്റേതായ കുറേ ഡാമേജസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം 1950s ഇത് വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ റിപ്പയർ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിന്ന റിപ്പയറാണ്. ഓൾമോസ്റ്റ് 2012 ഇവരിതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ അവിടുത്തെ ഒരു അട്രാക്ഷനാണ് ഈ വെള്ളം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിനിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല തണുത്ത, നല്ല കുളിരുള്ള, നല്ല അടിപൊളി, നമുക്ക് നല്ലപോലെ റീഫ്രഷിങ് ആയിട്ടുള്ള വെള്ളം. ഞങ്ങൾ കുടിക്കുകയും ചെയ്തു, മുഖമൊക്കെ കഴുകി. അതുപോലെ തന്നെ ഞങ്ങൾ നല്ല റീഫ്രഷായി. ആക്ച്വലി നമ്മൾ ആ ഒരു കയറ്റം കയറി വന്നപ്പോൾ നമുക്ക് മടുപ്പായിരുന്നു. ഈ ഒരു വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ദാഹമൊക്കെ ശമിച്ചു. അതേപോലെ തന്നെ നല്ല ആശ്വാസമായി. പിന്നെ ഞങ്ങളവിടെ ചുറ്റും കറങ്ങി നടന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഏറ്റവും നല്ല ഭംഗിയുള്ള ഏരിയയിൽ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പഴയ സ്റ്റൈലിലുള്ള ഒരു കിണർ. അപ്പം ഇത് ഈ കിണർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ലോക്ക് ചെയ്തു എന്ന് അറിയത്തില്ല. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും അതേപോലെ തന്നെ ആൾക്കാരുകളെല്ലാം ഇതിനെ ഡോക്യുമെൻ്ററി ചെയ്യാനൊക്കെ ആയിട്ട് അതിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു ജാപ്പനീസ് ബാച്ചും അതേപോലെ കൊറിയൻസിൻ്റെ കുറച്ച് ബാച്ചും ഒക്കെ ആയിട്ട് കുറേ ടൂറിസ്റ്റുകളെ ഞങ്ങളവിടെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന പോർഷനിലൊക്കെ പോയി നിന്ന് സ്റ്റിൽസൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ അവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ കിടന്നിട്ട് ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നല്ല സുഖമുള്ള കാലാവസ്ഥ, അതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. സുഖമുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഒരു AC വെതറൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു സുഖമായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വെതറായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിയുടെ സൈഡിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഈ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ അടുത്ത ഡോറിലേക്ക് ഓപ്പൺ ചെയ്ത് ഡോറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു ഓപ്പൺ ചെയ്ത ഡോർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഡോറിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പഴയ രീതിയിലുള്ള കുറേ എന്താ പറയുക സ്ട്രക്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ബിൽഡിങ്ങുകളെല്ലാം ഒരു പഴയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഉള്ള ഒരു 11th സെഞ്ച്വറിയിലെ ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ രീതിയാണ് കാണാൻ പറ്റിയത്. പിന്നെ ഇവിടെ ഈശോയുടെയും മാതാവിൻ്റെയും അതുപോലെ തന്നെ സ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ഒരു ഓൾഡ് സ്റ്റൈലിൽ തന്നെയാണ് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ കണ്ടതെന്ന് വെച്ചാൽ തിരുശേഷിപ്പുകളുണ്ടായിരുന്നു. തിരുശേഷിപ്പുകളെന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ബോൺസ് അല്ലെങ്കിൽ തലയോട്ടി, അങ്ങനെയുള്ള കുറേ തിരുശേഷിപ്പുകൾ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അതുപോലെ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, അതേപോലെ തന്നെ ഇതെല്ലാം ഇവിടെ കാണാനുള്ള ഇതെല്ലാം ശിഷ്യന്മാരും സ്ലീഹന്മാരൊക്കെയാണെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ കുറേ ഫോട്ടോസും അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോൺസും തലയോട്ടിയും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ജോർജിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്ന്. പക്ഷേ ഇതെല്ലാം ഒരു ഹ്യൂമൻ സ്കള്ളും അതേപോലെ ഹ്യൂമൻ ബോൺസും ആണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ട് കുറച്ച് നേരം സമാധാനമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണി 1 മണിയോട് അടുത്തിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ വിശപ്പ് ഉണ്ടെങ്കിൽ പോലും താഴെ ഒരു ജോർജിയൻ സൊവനീർസിൻ്റെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സൊവനീർസൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഞങ്ങൾ താഴത്തേക്ക് പയ്യെ നടന്ന് ഇറങ്ങി താഴത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പോയ ആ ഒരു ടൗണിൽ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം താഴെ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ടൗൺഷിപ്പ് ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ജോർജിയൻ ഫുഡ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്ത് കഴിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക എന്ന പേരുള്ള ഒരു പോയറ്റിൻ്റെ ഒരു സ്കൾപ്ചറാണ് അവിടെ വെച്ചേക്കുന്നത്. ഒരു ജോർജിയൻ പോയറ്റാണ് ലൂക്ക.
അപ്പോൾ പുള്ളിയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിത് ക്രോസ് ചെയ്ത് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ജോർജിയൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും റിസർച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു മക്ഡൊണാൾഡ്സെന്നോ അല്ലെങ്കിൽ KFC ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനൊന്നും അവിടെ ചുറ്റുവട്ടം കണ്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ വെൻഡീസ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വെൻഡീസിൽ പോയിട്ട് ഞങ്ങൾ 2 ബേക്കൺ ചീസ് ബർഗറും അതുപോലെ കോളയും ഓർഡർ ചെയ്തു. എന്ത് ഓർഡർ ചെയ്യുമെന്ന് ടോട്ടൽ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ഇതാണ് ഓർഡർ ചെയ്തത്. ഇത് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് വൈറ്റ് ബ്രിഡ്ജ് ഞങ്ങൾ പോയ ഈ ഒരു ടൗണിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ വൈറ്റ് ബ്രിഡ്ജിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈറ്റ് ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഈ ഒരു ടൗണിന് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ വൈറ്റ് ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടി. അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പാർക്കും കാര്യങ്ങളല്ലാണ്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരുപാട് പാർക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.